ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ പോകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എനിക്കിപ്പം ഒരു 30 വയസ്സ് ഏകദേശം ഏജായി. എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. അപ്പം നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ആക്ച്വലി പോകാൻ വേണ്ടി അവരുടെ കയ്യിൽ 1 രൂപ ഇല്ലാതായിട്ടായിരിക്കും അവർ തീരുമാനം എടുക്കുന്നത്. പോകാൻ വേണ്ടിയുള്ള തീരുമാനം അങ്ങേ അറ്റത്തെത്തിയിട്ടായിരിക്കും എടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാഷ് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഇവർ ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ടാണ് അവർ ഗൾഫിലേക്ക് പോവുക. പിന്നെ ഞാൻ കാണുന്നത് 2 വർഷം കൂടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഗൾഫിലേക്ക് പോകുന്നത്. 2 വർഷം പോയി 20 വർഷം കഴിഞ്ഞാലും തിരിച്ചു വരാത്ത രൂപത്തിൽ ഇവർ ലോക്കാവാണ്, കടങ്ങൾ കൊണ്ട് അല്ലാത്ത രൂപത്തിൽ. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഇവർക്ക് ഈ വാങ്ങിയിട്ടുള്ള 2 ലക്ഷം 3 ലക്ഷം കടം ഉണ്ടാവുള്ളൂ. ഇത് വീട്ടിയിട്ടാണ് ഫസ്റ്റ് വരവ് വരിക. പിന്നെ അടുത്തതാണ് ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, സ്വന്തം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേക്ക് പ്രാരാബ്ദങ്ങൾ അതിൻ്റെ മേലെ കടന്ന് വീടായി കുട്ടികളായി ഇങ്ങനെ പോകും ഇവരുടെ ലൈഫ്. അതേസമയം ഈ ഒരു ടേസ്റ്റ് രുചിക്കാത്ത ആളെ സംബന്ധിച്ച് അവർക്ക് നാട്ടിൽ പിടിച്ചു നിന്ന് പോകാൻ വേണ്ടി കഴിയും. അത് സ്ട്രഗിൾ ഉണ്ടാവും. സ്ട്രഗിൾ അവർ അവിടെ നിൽക്കുമ്പോൾ സ്ട്രഗിൾ ഉണ്ട്. കുട്ടികളെ കാണാൻ കഴിയില്ല. ആ ഒരു വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തതാണ്. അത് പ്രവാസികൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. എനിക്കറിയാം, 1 മാസം പോലും അവിടെ നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ ഉപ്പാനും ഉമ്മാനും ആലോചിച്ചിട്ട് എനിക്ക് നെഞ്ചുരുകിയതെങ്കിൽ ഇന്നെൻ്റെ കുട്ടികളെയും ഭാര്യനെയും എല്ലാവരെയും ആലോചിച്ചിട്ട് നെഞ്ചുരുകാറുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു അസറ്റായിട്ട് കാണേണ്ടതുണ്ട്.